ഹലോ, നമ്മുടെ ചേട്ടൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൗത്ത് കൊറിയ വരെ ഒന്ന് പോവാണ്. അപ്പോൾ അതിന് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയിട്ടുള്ള സിംഗപ്പൂരിലാണ്. അപ്പോൾ ഞാനും ചേട്ടൻ്റെ മേതൂട്ടനും എല്ലാം സെറ്റാക്കി നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. നമ്മുടെ ഏതൂട്ടം നടന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് അവൻ താഴെ നടന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പുലർച്ചെയായിരുന്നു നമുക്ക് ഫ്ലൈറ്റ്, പക്ഷേ അതിൻ്റെ യാതൊരു ഭാവവ്യത്യാസവും നമ്മുടെ ഏതൂട്ടനുണ്ടായിരുന്നില്ല. സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് കൊറിയ പോകേണ്ടി വരുമെന്ന് തീരുമാനിച്ചപ്പോൾ മുതൽ ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് നോക്കുമായിരുന്നു. അപ്പോൾ സിംഗപ്പൂർ മതി എന്ന് ഞാൻ ചേട്ടനോട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായി. കാരണം എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു സിംഗപ്പൂർ എയർപോർട്ട് കാണണം എന്നുള്ളത്. ഫ്ലൈറ്റിൽ കയറി അപ്പോൾ തന്നെ എയർ ഹോസ്റ്റസ് നമ്മുടെ ഏതൂട്ടന് ഒരു കിലുക്കും പിന്നെ കുട്ടികളുടെ ഹെഡ്സെറ്റ് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണാൻ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് തോന്നുന്നു. അപ്പം അത് വെച്ച് നല്ല കളിയായിരുന്നു. ഇവനെയും കൊണ്ട് ഇത്രയും അവേഴ്സ് എങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫിന്റെ സമയത്ത് എയർ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി അവനെ വിളിച്ചപ്പോൾ അവൻ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് വാവ് പറഞ്ഞിരിക്കുകയായിരുന്നു. എങ്ങനെയോ തട്ടിമുട്ടി അവനെ നമ്മൾ ഉറക്കി. നല്ല സ്കൈ ആയിരുന്നു കാണാനായിട്ട്. പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കിട്ടി, ഫുഡ് കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും പോലെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോൾ സിംഗപ്പൂർ എത്തണമെന്ന് നോക്കിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സിംഗപ്പൂർ എത്തിയതും സ്വിച്ചിട്ട പോലെ നമ്മുടെ ഏതൂട്ടൻ എണീറ്റു. അവൻ്റെ ഉറക്കൊക്കെ പോയി. ഞാൻ ആ സമയത്ത് 4 months പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടിലാണ് എത്തിയത്. വലിയ എയർപോർട്ടായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉള്ളതെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു കുളത്തിൽ കുറച്ച് മീനുകളും, അതായത് ഒരു ഫ്ലവർ ഷോ തന്നെ എയർപോർട്ടിൽ സെറ്റ് ചെയ്ത പോലെയായിരുന്നു. ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ ആർച്ചും പിന്നെ പലതരം പൂക്കൾ കൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കി പോകുന്ന രീതിക്കായിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു എയർപോർട്ടിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൗതുകം തോന്നിപ്പോകുന്നു. അങ്ങനെ ഏതൂട്ടിന് ഫീഡും ചെയ്ത് നോക്കിയപ്പോഴാണ് കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഏതൂട്ടിനാണെങ്കിൽ ആ കയറിൽ പിടിച്ചിട്ട് എങ്ങനെയും തൂങ്ങണം എന്നായിരുന്നു. പക്ഷേ കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതൊക്കെ മറന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെ അവനെ അവിടെ നിന്ന് താഴെ ഇറക്കി. സിംഗപ്പൂരാണ് കണക്ഷൻ എന്ന് ഉറപ്പായപ്പോൾ മുതൽ ഞാൻ നോക്കി വെച്ചതായിരുന്നു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വാട്ടർഫോൾ കാണാൻ പോകണം എന്നുള്ളത്. പക്ഷേ ആ വാട്ടർഫോൾ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻ തന്നെ വിളിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് റീൽസിലും വീഡിയോസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുള്ള ചാങ്ങി എയർപോർട്ടിലെ ആ വാട്ടർഫോൾസ് നേരിട്ട് കാണാൻ പറ്റി. ഈ വാട്ടർഫോൾസ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ഈ മേലോട്ട് നിന്ന് വെള്ളം വന്ന് താഴോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരുപാട് തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് സിംഗപ്പൂർ എയർപോർട്ടിനുള്ളിൽ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. അതായത് ഒരു വലിയൊരു ഡോംബ് അല്ലെങ്കിൽ ഒരു ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ബട്ടർഫ്ലൈസ്. പൈനാപ്പിൾ വെച്ചിട്ട് ബട്ടർഫ്ലൈസിന് പിടിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ അവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഏതുട്ടൻ വീണ്ടും മീനുകളെ കണ്ടപ്പോൾ ആ വഴിക്ക് പോയി. അതുപോലെ തന്നെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള വേറൊരു സ്ഥലമാണ് മേലെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മീനുകളൊക്കെ ഓടുന്ന പോലെ കാണിച്ചു തരുന്ന സംഭവം. സത്യം പറഞ്ഞാൽ സിംഗപ്പൂർ എയർപോർട്ട് ഈ ഒരു 2-2.5 മിനിറ്റിൽ നിൽക്കുന്ന സംഭവമേ അല്ല. ഇതിൽ ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതുകൊണ്ട് മിസ് ചെയ്ത സംഭവങ്ങളുണ്ട്. ഒരുപാട് ലേ ഓവർ ഉള്ളവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളും പിന്നെ ഔട്ട്ഡോർ ഒരു സൺഫ്ലവറിൻ്റെ ഗാർഡൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എത്തുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ക്ഷണിച്ചു. അവിടുന്ന് നമ്മൾ നേരെ സൗത്ത് കൊറിയയിലോട്ട് ഫ്ലൈറ്റ് കയറി. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.